അവർക്ക് ഇത്രയും വില കൂടിയ ചികിത്സകൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടാവും എന്നത് വളരെ തീർച്ചയായിട്ടും ഒരു വലിയ സംഗതി തന്നെയാണ്. കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടുത്ത കാലത്ത് നടത്തിയൊരു പഠനമുണ്ട്. ഈ പഠനത്തിൽ നിന്നും ബോധ്യമായ ഒന്ന് രണ്ട് പല കാര്യങ്ങളിലൊന്ന്, ഒരു സാധാരണ കേരളീയന് ഏറ്റവും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഏതെങ്കിലുമുള്ള ചികിത്സാ ചെലവ്, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹം. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഏറ്റവും അധികം ഭൂമി ക്രയവിക്രയങ്ങൾ നാട്ടിൽ നടന്നിട്ടുള്ളതും ലോണുകളിലേക്കും മറ്റും പോയിട്ടുള്ളതെന്നാണ് പരിഷത്തിൻ്റെ ഒരു പഠനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അതിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് ഇവിടെ നമ്മൾ പ്രവാസികളും. ഇവിടെയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം, ഏതെങ്കിലും ഒരു മാരകമായ രോഗമോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ പ്രവാസികൾ, പ്രത്യേകിച്ച് ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത സാധാരണ പ്രവാസികൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടാവുന്നില്ല എന്നത് നമ്മളൊന്ന് ആലോചിക്കാൻ. തീർച്ചയായിട്ടും മനോജിന്റെ ആ പോയിന്റിൽ വളരെ വളരെ സത്യമാണ്. അല്ല, ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. കാരണം ഒരു രണ്ട് ജനറേഷൻ ഓഫ് ഡോക്ടേഴ്സിനെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് വളരെ എലിജിബിളായി നമ്മുടെ ഗവൺമെന്റ് റൺ മെഡിക്കൽ കോളേജസിൽ പഠിച്ചു വന്ന ഒരു വ്യക്തി ആ ഒരു ഇതിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു ന്യൂ ജനറേഷനും വന്നിട്ടുണ്ട്. ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് നേരെ പോയി ഒരു പ്രൈവറ്റ് കോളേജിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ വരുന്ന ഒരു പുതിയ ജനറേഷൻ ഓഫ് ഡോക്ടേഴ്സും ഉണ്ട്. ഈ രണ്ട് ഡോക്ടേഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ടോ? അത് മൊത്തത്തിൽ പറയും, രണ്ട് ജനറേഷൻ അല്ല, വെച്ചൊരു 3 ജനറേഷൻ ഡോക്ടേഴ്സ് ഇപ്പം നിലവിലുണ്ട്. കാരണം മുമ്പ് കാലങ്ങളിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ പിന്നെ ഏർലി 70s അല്ലെങ്കിൽ 60s നമ്മുടെ എല്ലാം ട്രീറ്റ് ചെയ്തിരുന്നത് ഒരു ക്ലിനിക്കൽ ഓറിയൻറ്റേഷൻ. നമ്മൾ പേഷ്യൻറ്റിന് അധികം ചിലവ് കൂടിയ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാതെ, കാരണം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാതിരിക്കാനുള്ള കാരണം ഇൻവെസ്റ്റിഗേഷൻസ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ലാബോറട്ടറി ഉണ്ടാവില്ല, അതേമാതിരി എക്സ്റേ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല, MRI ഒന്നും അന്നും ഇല്ല തന്നെ. ഇന്ന് അങ്ങനെയല്ല, ട്രെൻഡ് മാറി. മോർ ഒരു പിന്നെ ഡയഗ്നോസിസ് ബേസ്ഡ്, അത് ക്ലിനിക്കലല്ല, മറ്റു തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിൽ കൂടി ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ട്രെൻഡാണെന്നുള്ളത്. നമ്മളൊക്കെ വളരെ ബോൾഡായിട്ട് മുമ്പത്തെ കാലത്ത് നമുക്കെല്ലാം അറിയാം. ഞാനെല്ലാം നാട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് ഹൗസ് കാളിന് പോയിട്ട് വീട്ടിലിരുന്ന് നിലത്തിരുന്ന് ഡെലിവറി എടുത്തിട്ടുണ്ട്. എപ്പിസോട്ടീമൊക്കെ ചെയ്ത് ഡെലിവറി എടുത്തിട്ട് കാലം ഉണ്ടായിരുന്നു. ഹൗസ് കാളിന് പോയിട്ട് എനി കേസ് ഇപ്പോൾ പുതിയ ഡോക്ടർമാർക്ക് അതിന് ധൈര്യം ഉണ്ടാവില്ല. ദേ ആർ നോട്ട് ഫെമിലിയർ വിത്ത് സച്ച് എ സിറ്റുവേഷൻ, അവർ കം അക്രോസ് സച്ച് എ സിറ്റുവേഷൻ. സോ അവർ ബോൾഡായിരിക്കും അത് ചെയ്യാൻ. പണ്ട് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ സമൂഹത്തിലെ അല്ലെങ്കിൽ ആ വില്ലേജിലെ ഒരു പ്രധാനിയാണ്. അയാളിൽ ഒരു വലിയ ട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഡോക്ടർക്കും ആ രോഗിയോട് ഒരുപാട് പ്രതിബദ്ധതയും വ്യക്തിപരമായ അടുപ്പവും ഉണ്ടായിരുന്നു. ആ ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ ആ സാഹചര്യത്തിൽ അന്നത്തെ വരുമാനത്തിൻ്റെ അളവ് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള യാതൊരു വക ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാത്തൊരു പ്രാക്ടീസ് സാധ്യമായിരുന്നു. ഇന്നത്തെ സാഹചര്യം മാറി. ഇന്ന് സാമ്പത്തികമായി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ പോലുള്ള സൗകര്യങ്ങളിൽ അത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ മാതിരി ഇത്രയും ചീപ്പായിട്ട് ചെയ്യാൻ ഡോക്ടർക്കും പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുള്ളത് സത്യമാണ്. ഒരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലിൽ പോയി നമ്മൾ അവിടെ താമസിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ആരെങ്കിലും അവിടെ ഡിസ്കൗണ്ട് ചോദിക്കുകയോ അതില്ലാതെ അവിടെ പൈസ ഇല്ലാതെ അവിടെ പോവുകയോ ചെയ്യുന്നില്ല. ആസ്പത്രി അങ്ങനെയല്ല, അതൊരു മനുഷ്യൻ്റെ ഒരു അത്യാവശ്യമാണ്. പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു അസുഖം വന്നാൽ അവൻ പോയി ചികിത്സിക്കാൻ നിർബന്ധിതനാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ലോൺ എടുക്കേണ്ട അവസ്ഥ വരുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പോലും ഒരു കിഡ്നി ഫെയിലറോ അല്ലെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ അസുഖങ്ങളോ അല്ലെങ്കിൽ ഒരു ക്യാൻസറോ വന്നാൽ ആ കുടുംബം കഷ്ടത്തിലായി എന്നുള്ളൊരവസ്ഥയാണ്. അവിടെ കംപ്ലീറ്റ് ആ കുടുംബം നശിച്ചു എന്നുള്ളൊരവസ്ഥയാണ്. വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും നമ്മൾക്ക് അങ്ങനത്തെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിനെ ആശ്രയിക്കേണ്ടി വരുന്നു. തീർച്ചയായിട്ടും അപ്പോഴത്തെ വരും. ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ലോക്കൽ പൗരന്മാർക്ക് 100% സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. അവർക്ക് ഗവൺമെൻറ് അവരുടെ ഹോസ്പിറ്റലിലോ ഈ രാജ്യത്തിന് പുറത്തോ പൂർണ്ണ സൗജന്യമായി ചികിത്സ ചെയ്തു. എക്സ്പാട്രിയേറ്റ്സ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് പരിരക്ഷയോ അല്ലെങ്കിൽ സീനിയർ പോസ്റ്റിലോ ഉള്ള ആൾക്കാർക്ക് 100% ഇൻഷുറൻസോ അവരുടെ കമ്പനിയോ അത് ലുക്ക് ആഫ്റ്റർ ചെയ്യും. വീണ്ടും ഈ സാധാരണക്കാരൻ്റെ കാര്യം വരുമ്പോഴും പ്രത്യേകിച്ച് ചെറിയ ബിസിനസ്സുകളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കോർപ്പറേറ്റുകളല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും അധികം പ്രശ്നങ്ങളുള്ളത്. അവർക്ക് നാച്ചുറലായിട്ട് ഇവിടുത്തെ ചികിത്സ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ചികിത്സയുടെ കോസ്റ്റ് കൂടിയിട്ടല്ല, ഇവിടുത്തെ ശമ്പളം കൂടുതലുള്ള മാതിരി, ഇവിടെ വീടിന് വാടക കൂടുതലുള്ള മാതിരി മെഡിക്കൽ സൗകര്യങ്ങൾക്കും തീർച്ചയായിട്ടും
ഒരു കോസ്റ്റ് ഇൻവോൾവ് ആണ്. അല്ല, പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ മെഡിക്കൽ എക്യുപ്മെന്റ്സിനോ അല്ലെങ്കിൽ മെഡിസിനോ നാട്ടിലുള്ളതിനേക്കാളും കൂടി വില കൂടുതൽ ഉള്ളതിൻ്റെ കാരണം എന്തായിരിക്കും? ഇവിടെ മെഡിക്കൽ പ്രാക്ടീസ് അത്രയും ഒരു ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ചില റെഗുലേഷൻസ് ഉള്ളതുപോലെ തന്നെ, നിർബന്ധിതമായിട്ടുള്ള റെഗുലേഷൻ ഉള്ളതുപോലെ തന്നെ അതിൻ്റെ മറ്റു ബിസിനസ്സുകളും തീർച്ചയായിട്ടും അതേ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടൊരു നിർബന്ധങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന് കൊടുക്കേണ്ട ഒരു കോസ്റ്റ് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി പലപ്പോഴും ഇതിന് വ്യക്തിമാവുന്നത് ഈ പറയപ്പെടുന്ന പരിരക്ഷകൾ, സോ കോൾഡ് ഇൻഷുറൻസ് പരിരക്ഷകളൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ ഇതിൽ പലപ്പോഴും ഇതിൽ വ്യക്തിമാവപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മരുന്നുകൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറച്ച് മരുന്നുകൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളൂ. ഇപ്പം മിക്കവാറും മരുന്നുകളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് വികസിത അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള മെഡിസിൻസാണ് ഇവിടെ വരുന്നത്. അതൊക്കെ കമ്പാരിറ്റീവ് ടു അവർ പ്രൈസസ് നമ്മുടെ നാട്ടിലെ മരുന്നുകളുടെ വില വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. ഒരേ പാരസെറ്റമോളിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നാണെങ്കിൽ നമ്മളുടെ വിലയുടെ അന്തരം ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് വളരെ സ്റ്റാൻഡർഡൈസ് ചെയ്ത കമ്പനികളുടെ പ്രോഡക്റ്റ്സ് മാത്രമേ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ വിലയിൽ വലിയ വ്യത്യാസം കാണുന്നത്. അപ്പോൾ നാട്ടിൽ എന്തായാലും ഇത് കുറവ് തന്നെയാണെന്നുള്ളത് ഒരു സത്യമാണ്. നാട്ടിൽ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പല രോഗികളോടും ലോങ് ടേം മെഡിക്കേഷൻ ആവശ്യമുള്ള രോഗികളോട്, ഉദാഹരണത്തിന് പ്രമേഹത്തിനുള്ള മരുന്നുകൾ, രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ, മറ്റ് ഹൃദ്രോഗ ചികിത്സയ്ക്ക് ആവശ്യമുണ്ട്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും നാട്ടിൽ നിന്ന് കൊണ്ടുവരിക്കാൻ ആൾക്കാരോട് റെക്കമെൻഡ് ചെയ്യാറാണ്. അതായിരിക്കും ഒരു പോസിബിൾ സൊല്യൂഷൻ അതിനുള്ള. ഇനിയുമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളും ബാക്കി നിൽക്കെ ചെറിയൊരു ഇടവേള എടുക്കാം. വെൽക്കം ബാക്ക് ടു സാൻഫോർഡ് ടീ ടോക്ക്. ഇടവേളയ്ക്ക് മുമ്പേ നമ്മൾ സംസാരിച്ച വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് വരാം. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന ഒരു പേരിൽ നമ്മൾ അറിയുന്ന പല രോഗങ്ങളും ഇപ്പോൾ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്കിടയിൽ ഇന്നുള്ളവൻ നാളെ ഇല്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് മരിക്കുന്ന കേസസ്, 30 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ഹാർട്ട് ഡിസീസസ്, ഹാർട്ട് അറ്റാക്ക് കാരണം മരിച്ചു എന്നെല്ലാം നമ്മൾ പത്രത്തിൽ വായിക്കുകയും സുഹൃത്തുക്കൾക്കിടയിൽ ഇങ്ങനെ സംഭവങ്ങൾ വരുന്നത് എന്ത് കാരണം എന്താണ് നമുക്കതിന് ചെയ്യാൻ കഴിയുന്നത്? വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇവിടെ കാർഡിയോളജിസ്റ്റിൻ്റെ ഇത് പ്രകാരം ഒരു ദിവസം 2 മുതൽ 4 പേഴ്സൺ വരെ ഒരു ദിവസം ഇവിടെ പെട്ടെന്ന് ഹൃദയാഘാതം മൂലം മരിക്കുന്നത്. ഈ മരണത്തിൽ മലയാളികളുടെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. മലയാളികളുടെ പെർസെൻറ്റേജ് ദുബായ് പോലെ സ്ഥലത്ത് ഒരു 50-60% മലയാളികളുണ്ടെന്നുള്ളതിന് വാസ്തവം തന്നെ. പക്ഷേ അതേ പ്രായത്തിലുള്ള മറ്റു നാഷണാലിറ്റികളെ വെച്ച്, പ്രത്യേകിച്ച് ഇവിടുത്തെ ലോക്കൽ സിറ്റിസൻസിനെ വെച്ചുമ്പോൾ മലയാളികളുടെ ഹാർട്ട് അറ്റാക്കിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായും നമ്മൾ കാണാൻ ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിനുള്ള പ്രധാന കാരണങ്ങൾ, ഇപ്പോൾ ആക്സിഡൻറ്റ്സ് കഴിഞ്ഞാൽ ലോകം മുഴുവനും ഇപ്പോൾ ഏറ്റവും മരണത്തിന് പ്രധാനമായ കാരണങ്ങളിലൊന്ന് ഹാർട്ട് അറ്റാക്കാണ്. പ്രധാനമായ കാരണങ്ങൾ സ്മോക്കിംഗ്, പുകവലി, പ്രമേയം, അമിതമായ രക്തസമ്മർദ്ദം, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുക, കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൈപ്പർലൈപ്പിഡീമിയ, പിന്നെ ചില സ്ട്രെസ്സ്, ചില കുടുംബ പാരമ്പര്യങ്ങൾ, ജീവിത ശൈലികൾ, ചില പേഴ്സണാലിറ്റികൾ, അങ്ങനെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ലാക്ക് ഓഫ് എക്സസൈസ്, യാതൊരു വക വ്യായാമം ഇല്ലാത്തൊരവസ്ഥ. ഇത്തരം കാര്യങ്ങളിൽ സത്യത്തിൽ മലയാളി വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൊരു വെസ്റ്റേൺ പോപ്പുലേഷനോ ഈവൺ ഒരു ലോക്കൽ പോപ്പുലേഷൻ കമ്പയർ ചെയ്താൽ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മലയാളി പല കാര്യത്തിലും നമ്മൾ മുന്നിലാണെങ്കിലും വ്യായാമത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. ഒരു റെഗുലറായി ഒരു ജിമ്മിൽ പോവുകയോ അല്ലെങ്കിൽ റെഗുലറായി വ്യായാമം ചെയ്യുന്ന മലയാളി കുറവാണ് പെർസെൻറ്റേജ്. ഇവിടെ സ്മോക്കിംഗ് ഒരു ഏകദേശം ഒരു വലിയൊരു മേജർ പ്രോബ്ലമാണ് സ്മോക്കിംഗ്. ഹാർട്ട് അറ്റാക്കായിട്ട് വളരെ ബന്ധപ്പെട്ടുള്ള മറ്റ് സൈഡ് എഫക്റ്റുകളൊക്കെ ക്യാൻസർ, ലങ് ക്യാൻസർ, അല്ലെങ്കിൽ ശരീരത്തിനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരുപാട് കാരണങ്ങളുള്ളവരാണ് സ്മോക്കിംഗ്. അതൊരു തീർച്ചയായിട്ടും സ്മോക്കിങ്ങിനെ ഡിസ്കറേജ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ UAE വരുന്ന വളരെ ശക്തമായ നിയമങ്ങൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഒരു 3 മാസം കൊണ്ട് വളരെ കാര്യമായിട്ട് നടപ്പാക്കണം. നമ്മുടെ നാട്ടിലത് പല നിയമങ്ങളും നല്ല നിയമങ്ങളും അതിനെ നടപ്പാക്കുന്നതിൽ എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ അത് നടപ്പാക്കും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് ശരിക്കും ഫലങ്ങൾ കാണാൻ പോവുകയാണ്. ഇപ്പം തന്നെ മാലുകളിലൊന്നും പറയുമ്പോൾ സ്പിരിറ്റ് വലി പാടില്ല, അതൊക്കെ വളരെ കൃത്യമായി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ പ്രമേയത്തിൻ്റെ പെർസെൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പ്രമേയത്തിൻ്റെ ഇൻസിഡൻസ് ഉള്ള ഏകദേശം 25 മുതൽ 30% ഇൻസിഡൻസ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് UAE ഗൾഫ് രാജ്യങ്ങൾ. അത് ഈ
കഴിഞ്ഞ ഒരു 10-20 കൊല്ലങ്ങളിലുണ്ടായ സാമ്പത്തിക പുരോഗതിയും ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളും ആണ് അതിന് പ്രധാന കാരണം. മെയിനായിട്ട് ഇന്ത്യയിലേക്കാൾ കൂടുതലായിട്ട് കാർഡിയോളജിസ്റ്റ് ആയാലും ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ആയാലും ഇവരെല്ലാം പറയുന്നത് പ്രോപ്പറായിട്ട് എക്സസൈസ് ഇല്ല എന്ന് പറയുന്നു. മനോജ്, അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് എക്സസൈസ് മലയാളിക്ക്, അല്ലെങ്കിൽ ഇഫ് ഐ എം നോട്ട് റോങ്, ഹാർട്ട് റേറ്റ് 72 നിന്നും 100ലേക്ക് കൊണ്ടുപോയി അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന അങ്ങനെ രീതിയിലുള്ള ഒരു കാർഡിയോവാസ്കുലർ പ്രോപ്പർ എക്സസൈസ് മനുഷ്യന് കിട്ടുന്നില്ല. അത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സാധ്യമാണ്? ഇല്ല, ഇതിപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ ഇവിടുത്തെ ഈ ജീവിത ശൈലി രോഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജീവിതത്തിൻ്റെ ഒരു ശൈലി തന്നെ. കാരണം ഇവിടെ ഒരു പ്രവാസി എത്രമാത്രം സ്ട്രെസ്സിലാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഒരു മെഷീൻ സ്റ്റൈലിലാണ് അവൻ്റെ ഒരു ദിനചര്യ. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 മണി, ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെയാണ് 10 മണിയോ 10 മണിക്ക് ശേഷം എത്തിയാൽ മതി. അതേസമയം ഇവിടെ ഓഫീസിൽ 7 മണിക്കോ 8 മണിക്കോ എത്തണമെങ്കിൽ എത്രയോ രാവിലെ എഴുന്നേറ്റ് എത്തുകയും, അതുപോലെ തന്നെ അതും ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയില്ലേ ഡോക്ടർ? അത് നമ്മളെ അതൊരു ഒരു വിൽ പവർ ഞാൻ ഉൾപ്പെടെ ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് അതിരാവിലെ എണീക്കണം, എനിക്ക് സമയമില്ല എന്നൊക്കെ ഞാനും പറയാറുണ്ട്. അത്ര തന്നെ ഉള്ളൂ. അത് നമുക്ക് ശരിക്കുള്ള നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മലയാളികൾക്കുള്ള ഒരു വലിയൊരു പ്രോബ്ലംസ് എല്ലാം വളരെ ലൈറ്റായിട്ട് എടുക്കും. പലർക്കും നമ്മൾ ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്വന്തമായിട്ട് നിങ്ങൾ ഫാർമസിസ്റ്റിന് ചോദിച്ച് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഡേഞ്ചറസ് ആണെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാലും പിന്നെയും ചെയ്യുന്നതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ. എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇവിടെ സാധ്യമാകുന്ന പരിമിതമായ ചില ഇടപെടലുകൾ, അത്തരത്തിലുള്ള ഇടപെടൽ ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ സംഘടനകളൊക്കെ തന്നെ, പ്രത്യേകിച്ച് അത് തൊഴിലാളി വാസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതിനുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഡോക്ടർ കാസിം, ഒരു കാര്യം കൂടി പെട്ടെന്ന് തന്നെ ചോദിച്ചോളട്ടെ. ഫാർമസിസ്റ്റ് അവർ തന്നെ ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇവിടെ പല ഫാർമസിയിലും ദോ ഇറ്റ്സ് നോട്ട് പെർമിറ്റഡ്, എന്നാലും അവരങ്ങനെ ചെയ്യുന്നുണ്ട്. അതും ഒരു കൂടുതൽ ഇവിടെ നാടിനോട് തുലനം ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ കാണാനുള്ള ഫീസ് തികച്ചും കൂടുതലാണ്. ഒന്ന്. 2, ഒരു ഡോക്ടറെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് അതിനൊരു സമയം ചിലവഴിക്കാനുള്ള അത് വേറൊരു ബുദ്ധിമുട്ട്. 3, വളരെ എളുപ്പം ഒരു ഫാർമസിസ്റ്റിലുണ്ടെങ്കിൽ, ഒരു മലയാളി അവിടെ ഒരു ഫാർമസിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അയാളോട് വളരെ എളുപ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വളരെ ഏറ്റവും വില കുറഞ്ഞ മരുന്ന് വാങ്ങിച്ച് താൽക്കാലികമായി ചികിത്സ ഇടാം. പ്രവാസി എന്ന് പറയുന്നത് ശരിക്കും മെഴുകുതിരി എന്നാണല്ലോ പറയുന്നത്, സ്വയം കത്തിത്തീരുന്ന. അപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് പോകാനോ, അല്ലെങ്കിൽ ഈ അവന് ടെസ്റ്റുകൾ ചെയ്യാനോ, അല്ലെങ്കിൽ ഡോക്ടർ എഴുതുന്ന വില കൂടിയ മരുന്നുകൾ വാങ്ങാനോ അവൻ്റെ ഇതിലൊരു ബജറ്റ് ഉണ്ടാവില്ല. ഇതൊരു അപ്രതീക്ഷിതമായി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവൻ കാണുന്ന എളുപ്പമാർഗ്ഗമാണ് ഈ ഫാർമസി പോകുന്നത്. തികച്ചും അപകടകരമാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു വേദനയ്ക്കോ, അല്ലെങ്കിൽ ഒരു ചെറിയ പനിക്കോ തലവേദനയ്ക്കോ ഒരു വേദന നിവാരണ ഗുളിക വല്ലപ്പോഴും കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല. പക്ഷെ പലപ്പോഴും വളരെ അനാവശ്യമായ ആൻറ്റിബയോട്ടിക്കുകളും വളരെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഗുളികകളും വേദന നിവാരണികളൊക്കെ വളരെ ശക്തമായിട്ടുള്ള കഴിച്ച് പല അസുഖങ്ങളും ഡോക്ടർ കാണപ്പെടാതെ പ്രശ്നങ്ങളിലാവുന്ന അവസ്ഥ ഇതുകൊണ്ട് വളരെ കൂടുതലാണ്. ഇതൊരു ലാഭകരമായ അല്ലെങ്കിൽ വളരെ എളുപ്പമുള്ള ഒരു വഴിയാണെങ്കിലും അതിലൊരുപാട് അപകടങ്ങൾ ഒളിച്ചിരിക്കും. ഒരു മേജർ എന്തെങ്കിലും അസുഖം വന്നാൽ അയാളുടെ ആ ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് താളം തെറ്റി. പിന്നെ അയാൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അയാൾ 4 ഭാഗത്തുനിന്നും കടം വാങ്ങിയിട്ടായിരിക്കും പിന്നെ ഈ അടുത്ത വെക്കേഷൻ വരെ അയാളുടെ തള്ളി നീക്കൽ. അപ്പോൾ ഒരു അസുഖം വന്നാൽ അത് ചെറിയ അസുഖമാണെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യും. പിന്നെ അത് ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിൽ എത്തുമ്പോൾ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ഭയം കൂടിയുണ്ട്. ഒരു ഡോക്ടറെ അടുത്തൊരു ചെറിയ തലചുറ്റോ അല്ലെങ്കിൽ ഒരു നെഞ്ചത്ത് വേദനയായിട്ട് ചെന്നാൽ, ഇപ്പോൾ ഡോക്ടർ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് നേരിടാൻ പോലും പറ്റില്ല എന്ന് വിചാരിച്ചു കൂടി പോകാത്ത ആൾക്കാർ കൂടിയുണ്ട്. അതൊരു ഭയം, അവരുടെ ഉള്ളിലൊരു ഫോബിയാണ്. ഇതെന്തോ ഒരു മാരകമായതിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ച് ഇതാവുക, അല്ലെങ്കിൽ നാട്ടിൽ പോയി പിന്നെ ഒന്ന് വിശദമായിട്ട് ടെസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതൊക്കെ വളരെ അപകടങ്ങളിലേക്ക് ചിലപ്പോൾ എത്തിക്കാറ്. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സാധാരണ പ്രവാസി എന്ന രീതിയിൽ എനിക്ക് തോന്നുന്ന ഡൗട്ട്, പണം ചിലവാക്കി ഞാൻ ഡോക്ടറോട് ചെല്ലണോ, അതോ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു മരുന്ന് വാങ്ങിച്ച് കഴിക്കണോ? അതിലുള്ള ഡേഞ്ചറുണ്ട്. അതോ ഇതെല്ലാം വിട്ടിട്ട് പ്രോപ്പറായിട്ട് ഞാൻ എൻ്റെ ആരോഗ്യം നോക്കി ശരിയായ രീതിയിൽ വ്യായാമം ചെയ്ത് രോഗം വരാതെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്കൊരു സന്ദേശമായി ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിലൂടെ ഏതെങ്കിലും ഒരു പ്രവാസിക്ക് തൻ്റെ ആരോഗ്യത്തിലേക്ക് തിരിച്ച് ചിന്തിക്കണം എന്ന ഒരു ആശയം മനസ്സിൽ ഉദിക്കുകയാണെന്നുണ്ടെങ്കിൽ then we are very happy. Stand for Tea Talkil. It's me, Chris. Thank you very much for joining us, Doctor. Thank you. Thank you. Thank you. Thank you.